അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറേജ് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇന്നലെ സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. സ്റ്റോറേജ് അക്കൗണ്ട് റിലേറ്റീവ്ലി ഒരു ഈസി സർവീസ് ആണെങ്കിൽ കൂടെ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. സംഭവം ഈസിയാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ തല പൊണ്ണാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറേ ഫീച്ചേഴ്സും അതേപോലെ അതിന്റെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റോറേജ് അക്കൗണ്ട് നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തു. സ്റ്റോറേജ് അക്കൗണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ജനറൽ പർപ്പസ് V2 ഉണ്ട്, അതേപോലെ വേറെ ഏതാണെന്നുള്ളത് കൈൻഡ്, അതായത് അവർ പറയുന്നത് കൈൻഡ് അല്ലെങ്കിൽ ടൈപ്പ്, കൈൻഡ് ടൈപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, ഒന്നുള്ളത് ജനറൽ പർപ്പസ് V2, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, എന്തായിരുന്നു, സ്റ്റാൻഡേർഡ്. രണ്ടാമത്തത് പ്രീമിയം ടയർ. ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടല്ലോ, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, നമ്മളിവിടെ ജസ്റ്റ് കണ്ടിരുന്നു പെർഫോമൻസ് ടയർ, അല്ലെങ്കിൽ കൈൻഡ് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, പെർഫോമൻസ് ടയർ എന്ന് പറയാം, സ്റ്റാൻഡേർഡ്, പ്രീമിയം. ബേസിക്കലി ഇത് രണ്ട് നമ്മൾ കണ്ടു. അത് കൂടാതെ സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന വേറൊന്നാണ് പെർഫോമൻസ്, എന്ത് ടൈപ്പ് ഓഫ് ഇത് വേണമെന്ന്. അതായത് പെർഫോമൻസ് അല്ല, ഇത് റിഡൻഡൻസി അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. റിഡൻഡൻസി അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ. അതിൽ LRS ഉണ്ട്, ZRS ഉണ്ട്, GRS ഉണ്ട്, പിന്നെ GZRS ഒക്കെ ഉണ്ട്. പല ടൈപ്പ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു ഹൈ ലെവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. പിന്നെ നമുക്കൊരു സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ, പ്രത്യേകിച്ചും ജനറൽ പർപ്പസ് V2 ടൈപ്പ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4 സർവീസ് ആണ് മെയിൻലി അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ബ്ലോബ്, ഫയൽ ഷെയർ, ടേബിൾ, ക്യൂ. ഓക്കെ, ആ പേര് മാത്രം പഠിച്ചു വെക്കുക. അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത് രണ്ടുമായിരിക്കും മെയിൻലി, ബ്ലോബും ഫയൽ ഷെയറും. ബ്ലോബ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്ട് ലെവൽ ഫയൽസ് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് സ്റ്റോറേജ് അക്കൗണ്ടിനകത്ത്. ഫയൽ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ നമ്മുടെ വിൻഡോസ് ഷെയർ ഇല്ലേ, അതിന്റെ തന്നെ ഒരു ക്ലൗഡ് രൂപമാണ് ഫയൽ ഷെയർ. SMB ഷെയർ ആണ് ബാക്ക് എൻഡിൽ അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഇന്നലെ എന്ത് കണ്ടു, ഈ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റോറേജ് അക്കൗണ്ട് നെയിം യുണീക്ക് ആവണം എന്ന് ഞാൻ പറഞ്ഞു. ഈ നെയിം യുണീക്ക് ആവണം. യുണീക്ക് ആവണം ഇൻ ദ സെൻസ്, അത് ഓൾറെഡി വേറെ ഏതെങ്കിലും കസ്റ്റമർ എവിടെയെങ്കിലും അഷ്യൂർലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവർ പറയും, എന്ത് പറയും, ഓൾറെഡി ആ നെയിം ഈസ് ടേക്കൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളൊരു യുണീക്ക് നെയിം കൊടുക്കണം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഓർഗനൈസേഷനിലൊക്കെ ഒരു ആൽഫ ന്യൂമറിക് ഓഫ് ടൈപ്പ് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. അതായത് നമ്പറും അങ്ങനെയുള്ള മിക്സപ്പ് ഒക്കെ ചെയ്തിട്ടാണ് എന്ത് കൊടുക്കാറുള്ളത്, സ്റ്റോറേജ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് യുണീക്ക്. യുണീക്ക് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പം അതിന്റെ ഒരു ഓവർവ്യൂ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ സംസാരിച്ച ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറേജ് അക്കൗണ്ടിന്റെ ഡാറ്റ അപ്ലോഡ്, ഡൗൺലോഡ് അല്ലെങ്കിൽ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഏരിയ ഈ 4 ഏരിയ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം കറന്റ് നമ്മൾ പഠിക്കുന്നത് കണ്ടെയ്നർ ആണ്. ഈ കണ്ടെയ്നർ തന്നെയാണ് ശരിക്കും ബ്ലോബ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ്. ഓക്കെ, ഇതിനകത്താണ് എന്തുള്ളത്, ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പൊ ഇന്നലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കണ്ടെയ്നർ ആയിരുന്നു ഈ ഡാറ്റാസം എന്ന കണ്ടെയ്നർ. ഇതിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഫയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിൽ ആക്സസ് കാര്യങ്ങൾ എങ്ങനെയാ കൊടുക്കുക എന്നുള്ളത് കണ്ടു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം കറന്റ് ഈ ഒരു കണ്ടെയ്നർ ചേഞ്ച് ആക്സസ് ലെവൽ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ കറന്റ് ബ്ലോബ് ആണുള്ളത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആക്കാം. പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താണ്, വെളിയിൽ നിന്നുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഫയൽ നമ്മൾ ഈവൻ URL കൊടുത്തു കഴിഞ്ഞാലും, അതിന്റെ URL കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ഓരോരോ ഇതിനകത്ത് എന്തൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്താലും അതിനൊക്കെ എന്തുണ്ടാവും, ഒരു യുണീക്ക് URL ഉണ്ടാവും, യുണീക്ക് URL ഉണ്ടാവും. അപ്പൊ ഡാറ്റാസ് എന്ന് പറഞ്ഞ കണ്ടെയ്നർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു യുണീക്ക് URL ഉണ്ടാകും. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളിപ്പം പല മെത്തേഡിൽ നമുക്ക് ഈ ഡാറ്റ ആക്സസ് ചെയ്യാം. അതായത് എന്താ പറയാ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ സ്റ്റോറേജ് അക്കൗണ്ടിലുള്ള ഡാറ്റ എപ്പോഴും ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പോർട്ടൽ വന്നിട്ട് ഇവിടെ നിന്നിട്ടാണോ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്നാണോ ഡൗൺലോഡ് ചെയ്യുക, ഇവിടെ നിന്നാണോ എല്ലാം സെറ്റ് ചെയ്യുക. അങ്ങനെയല്ല. ബേസിക്കലി നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ടീം മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നവരും നമ്മളാണല്ലോ ക്രിയേറ്റ് ചെയ്യുക. ഈ സ്റ്റോറേജ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുക, പെർമിഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളാണ്. ഓക്കെ, പക്ഷേ പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഒരു ഡെവലപ്പർക്ക് അവരുടെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള ഒരു 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 ഡാറ്റ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റോറേജ് അക്കൗണ്ടിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആപ്ലിക്കേഷൻ അല്ലേ വന്നിട്ട് ഇതിനകത്ത് ഡാറ്റ ഇടേണ്ടതും അതേപോലെ ഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ടതും ഡാറ്റ എടുക്കേണ്ടതൊക്കെ. അപ്പം ആപ്ലിക്കേഷൻ സ്വാഭാവികമായിട്ട് ഇവിടെ വന്ന് ലോഗിൻ ചെയ്തിട്ടൊന്നും ചെയ്യില്ലല്ലോ. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ എന്ത് സംഭവിക്കും, ഫെച്ച് ചെയ്യും. അതെങ്ങനെ ഫെച്ച് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇൻ ദ സെൻസ് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണ്ട, പക്ഷെ മെത്തേഡ്, അതായത് ഈ സ്റ്റോറേജ് അക്കൗണ്ട് ആക്സസ് ചെയ്യാനുള്ള പല മെത്തേഡ് ഉണ്ട്. അതിലുള്ള മെത്തേഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളിപ്പോൾ കണ്ട വഴി തന്നെയാണ് എന്ത്, പോർട്ടലിലേക്ക് വരിക, അപ്ലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അത് ഈസി മെത്തേഡാണ്, നമ്മളെല്ലാവരും ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ഈസി മെത്തേഡ് അതാണ്. പക്ഷെ വേറെ മെത്തേഡ്സും ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ആക്സസ് കീ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റോറേജ് അക്കൗണ്ടിലുള്ള ഡാറ്റ
വേറെ വഴിയിലൂടെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാന്നുള്ള മെത്തേഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒന്ന് ആക്സസ് കീ, ഒന്ന് ഷെയർഡ് ആക്സസ് സിഗ്നേച്ചർ, അല്ലെങ്കിൽ ഇതിനെ ഷോർട്ടായിട്ട് സാസ് എന്ന് പറയും, സാസ്. പിന്നെ ഉള്ളത് ആർബാക്ക്. ആർബാക്ക് എന്താണ്? ആർബാക്ക് വഴി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്സസ്? ആർബാക്ക് നമ്മൾ പഠിച്ചതാ, അതാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ആർബാക്കിന്റെ ആക്സസ് വരുന്നത്? അതായത് നമ്മൾ ആ ഒരു IAM ആക്സസ് എന്തൊരു റിസോഴ്സിനും, അഷൂറിൽ എന്തൊരു റിസോഴ്സിനും എന്തുണ്ട്? എന്തൊരു റിസോഴ്സ്, സ്റ്റോറേജ് അക്കൗണ്ട്. ഇതിപ്പം ഈ രണ്ട് സാധനം ഞാൻ മേലെ പറഞ്ഞിരിക്കുന്നത് എന്തിന് മാത്രം സ്പെസിഫൈ ആയിട്ടുള്ളതാണ്? ഇത് രണ്ടും എന്തിന് മാത്രം സ്പെസിഫൈ ആയിട്ടുള്ളതാണ് ഇപ്പം കറന്റ്? സ്റ്റോറേജ് അക്കൗണ്ട് മാത്രം. ആർബാക്ക് പക്ഷെ അങ്ങനെയാണോ? ആർബാക്ക് പറഞ്ഞാൽ അഷൂറിൽ എൻറ്റയർ റിസോഴ്സസിന് കോമൺലി ഉള്ള ഒരു ആക്സസ് മെക്കാനിസം ആണ് എന്ത്? ആർബാക്ക്. അതായത് ഞാനിപ്പോൾ ഇത് സ്റ്റോറേജ് അക്കൗണ്ടിലാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണാം? ആക്സസ് കൺട്രോൾ IAM. ഇതാണ് ആർബാക്ക് അല്ലെ? ഇത് തന്നെയാണ് ആർബാക്ക്. അപ്പൊ നമ്മൾ വേറൊരു റിസോഴ്സിൽ പോയി, റിസോഴ്സ് ഗ്രൂപ്പിൽ പോയി, ഫോർ എക്സാമ്പിൾ RG1 എന്ന റിസോഴ്സ് ഗ്രൂപ്പിൽ, അവിടെ എന്ത് ഞാൻ കാണുന്നുണ്ട്? ആക്സസ് കൺട്രോൾ IAM1 കാണുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ എന്ത് റിസോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തൊരു റിസോഴ്സ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്താലും അവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് കാണാനും പറ്റും, നിങ്ങൾക്ക് അവിടെ ആക്സസ് കൊടുക്കാനും പറ്റും. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും ഏതിനകത്തും ഉണ്ട്, സ്റ്റോറേജ് അക്കൗണ്ടിനകത്തും ഉണ്ട്. അപ്പൊ നമുക്ക് അതും ഒരു മെത്തേഡാണ്. പക്ഷെ ഇത് രണ്ടും സ്റ്റോറേജ് അക്കൗണ്ട് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ആക്സസ് കൊടുക്കാനുള്ള. സിമ്പിൾ ആണ്. അപ്പൊ നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ആക്സസ് കീന്റെ കാര്യം തന്നെ ഡിസ്കസ് ചെയ്യാം. ആക്സസ് കീന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. ആക്സസ് കീ വളരെ സിമ്പിൾ ആണ്. സ്റ്റോറേജ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? ആക്സസ് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ ഈ ആക്സസ് കീ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ, ഇത് വ്യൂവും വ്യത്യാസമൊക്കെ മനസ്സിലാക്കണേ. അതായത് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന എൻറ്റയർലി ഏത് സെക്ഷൻ എന്നാണ്? സ്റ്റോറേജ് അക്കൗണ്ട് സെക്ഷൻ എന്നാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ശരിക്കും ഈ ഒരു ആക്സസ് കീ എവിടെ അപ്ലൈ ആവും? എൻറ്റയർ എന്തിലേക്ക് അപ്ലൈ ആവും? എൻറ്റയർ സ്റ്റോറേജ് അക്കൗണ്ടിൽ അപ്ലൈ ആവും. അത് മനസ്സിലാക്കുക. അതായത് സിമ്പിൾ ആണ്, പക്ഷെ ആ ഒരു വ്യത്യാസം. ഓക്കെ, ഇത് ഇന്റർവ്യൂലൊക്കെ എന്താ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിൽ ഇതിന്റെ ഒരു ആക്സസ് കീ അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക വെച്ചാൽ, ആക്സസ് കീ ആണോ അല്ലെങ്കിൽ ഷെയർഡ് ആക്സസ് സിഗ്നേച്ചർ ആണോ കൂടുതൽ സെക്യൂർ, അല്ലെങ്കിൽ ആക്സസ് കീന്റെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഏതാണ് സെക്യൂർ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. മനസ്സിലായില്ല? അല്ലാതെ വാട്ട് ഈസ് ആക്സസ് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുക വേണ്ട നിങ്ങൾ ചോദ്യം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ബൈഹാർട്ടല്ല ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കാണ് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ആക്സസ് കീ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് എന്ത് കാണാം? കീ 1 എന്ന് കാണാം, കീ 2 എന്ന് കാണാം. ഇതൊന്നുമില്ല, നിങ്ങളിപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു ലോക്ക് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കീ കിട്ടും? ഐ മീൻ മിനിമം ഒരു പുതിയ ലോക്ക് വാങ്ങാൻ എത്ര കീ കിട്ടും? മിനിമം 2 കിട്ടില്ലേ? സെയിം സംഭവം തന്നെയാണത്, വേറെ ഒന്നുമല്ല. അതായത് സ്റ്റോറേജ് അക്കൗണ്ടിന് ആക്സസ് കീയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ എത്ര കീ തരുന്നത്? 2 കീ തരുന്നു. ഇതിൽ ഏത് യൂസ് ചെയ്താലും റിസൾട്ട് എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, റിസൾട്ട് ഒന്ന് തന്നെയാണ്. അപ്പം എന്തിനാണ് ഇത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു സേഫർ സൈഡ് ആയിട്ട് അവർ ഒരു എക്സ്ട്രാ കീ തരുന്നതെന്നുള്ളൂ. അതെന്താ അതിന്റെ യൂസ് കേസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കറന്റ് നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ടിൽ ആക്സസ് കീ വന്നാൽ കീ 1 കീ 2 എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? നമുക്ക് സ്റ്റോറേജ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ഓക്കെ, സ്റ്റോറേജ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ അഷൂർ സ്റ്റോറേജ് എക്സ്പ്ലോറർ ഡൗൺലോഡ്, ഫ്രീ ടൂളാണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് തരുന്ന ഒരു ഫ്രീ ടൂളാണ്. അപ്പോൾ ആ ഒരു ടൂൾ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മെഷീനിൽ വേണമെങ്കിൽ സ്റ്റോറേജ് അക്കൗണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് വന്നിട്ട് ഈ മൈക്രോസോഫ്റ്റിന്റെ വെബ്സൈറ്റ് തന്നെയാണെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാം? സംഭവം ഡൗൺലോഡ് ചെയ്യാം. ഏതാണ് നിങ്ങളുടെ പ്ലാറ്റ്ഫോം വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ EXE ഡൗൺലോഡ് ആവും. ഇൻസ്റ്റാൾ ചെയ്യുക, നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇങ്ങനെയാണ് ആ ടൂൾ വരിക. ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ വരും. അപ്പം ബേസിക്കലി ഇതൊരു സിമ്പിൾ ടൂളാണ് ടു ആക്സസ് വാട്ട്? ടു ആക്സസ് സ്റ്റോറേജ് അക്കൗണ്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടൂളാണ് ഈ സംഭവം. അപ്പോൾ ഞാനിതൊന്ന് പഴയതിൻ്റെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്തേക്കട്ടെ. പണ്ട് ഞാൻ യൂസ് ചെയ്തതിൻ്റെ എപ്പോഴും അതിൻ്റെ ഒരു ഹിസ്റ്ററി കാണിക്കുകയാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്താ അവൈലബിൾ ആണ്, ജസ്റ്റ് ഞാൻ അതും കൂടെ ഒന്ന് ക്വിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു ഇതാണ് .NET ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആവും കേട്ടോ. അത് ഡിപ്പെൻഡൻസി ഉള്ളൊരു സംഭവമാണ് ഇതിൻ്റെ. എനിവേ നമുക്ക് കീ 1 ഞാൻ എടുത്തു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇങ്ങനെയാണ് ഇരിക്കുക ബേസിക്കലി. 1 സെക്കൻഡ്, കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലേ? കോപ്പി ടു ക്ലിപ്പ് ബോർഡ്. ഓക്കെ, വന്നു. ഓക്കെ, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇതാണ് ബേസിക്കലി ഇതിന്റെ ഒരു കീ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഒരു പ്രത്യേകതരം പാസ്വേഡ് പോലെ തന്നെ ഉണ്ടാവും. കീ ആയിട്ടുള്ളൊരു കീ ആണ്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ
ഇതുവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്. അതായത് നമ്മളിപ്പം ബ്രൗസർ ക്രോം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേറ്റ് ഒക്കെ വരില്ല. അതേപോലെ തന്നെ ഓരോരോ പുതിയ ഫീച്ചർ, എന്താ പുതിയ ഫീച്ചർ എന്നാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ പല എൻഹാൻസ്മെന്റും കാര്യങ്ങളും അവർ ഈ ടൂളിൽ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഞാനിപ്പം ഒരു കീ എടുത്തു. ഓക്കെ, ഈ സ്റ്റോറേജ് അക്കൗണ്ട് കീ എടുത്തു. എനിക്ക് ഈ സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് കീ വഴി ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആസ് എ ഇൻഫ്രാസ്ട്രക്ചർ ഗൈ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്ത് വഴിയാണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടൂൾ വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ടൂൾ വഴി ചെയ്യണമെങ്കിൽ ഇത് ശരിക്കും എക്സ്പ്ലോറർ ആണ്. അതായത് കറന്റ് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന ഓപ്ഷനാണ് എക്സ്പ്ലോറർ. ഓക്കെ, അതേപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻറ്റയർലി നിങ്ങൾക്ക് അഷ്യൂറിലേക്ക് തന്നെ സൈൻ ഇൻ ചെയ്യാം. ഏത് മെത്തേഡ് ആയിരിക്കും? അപ്പം നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കുമല്ലോ, ആർബാക്ക് പോലെ തന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജോൺ അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് ഓർമ്മല്ലേ? അതേപോലെ ലോഗിൻ ചെയ്യണമെങ്കിൽ അവന്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ച് അവൻ എന്ത് ചെയ്യാൻ പറ്റും? ലോഗിൻ ചെയ്യാൻ പറ്റും. അവന്റെ ആക്സസിൽ അവൻ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഇവിടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ മൂന്നാമത്തെയാണ് നമുക്ക് കണക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്ന വിൻഡോ. മൂന്നാമത്തെ ഓപ്ഷനിൽ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? അതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത് ആക്സസ് കീ ആണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇതിനകത്ത് നമുക്ക് ഏതിലേക്ക് കണക്ട് ചെയ്യാം? നമുക്ക് ഇവിടെ സ്റ്റോറേജ് അക്കൗണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്താൽ വീണ്ടും ഇതിനകത്ത് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം എന്താണ് നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഏതായിരിക്കും? നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് വൺ ആണ്, അക്കൗണ്ട് നെയിം ആൻഡ് ആക്സസ് കീ. അപ്പൊ ഞാൻ ജസ്റ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ബെറ്റർ ടു ക്യൂ ദ സ്റ്റോറേജ് അക്കൗണ്ട് നെയിം. ഈ പേര് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് ഇവിടെ കൊടുക്കുക. ഇത് ഞാൻ അതന്നെ കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ മെയിൻ ആയിട്ടുള്ള സാധനം അക്കൗണ്ട് കീ ആണ്. അതാണ് ക്ലിയർ ആവേണ്ടത്, ഐ മീൻ കറക്റ്റ് ആവേണ്ടത്. ഓക്കെ, ഞാൻ കീ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു, കണക്ട് കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി എന്തായി? സക്സസ്ഫുള്ളി ആഡഡ് എ ന്യൂ കണക്ഷൻ. നമുക്ക് ഇവിടെ കാണാം, അതിന്റെ കണക്ട് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് അക്കൗണ്ട് ഇവിടെ കാണാം. ഞാൻ പറഞ്ഞു എക്സ്പ്ലോറിലേക്ക് വന്നാൽ ഇവിടെ കാണാം. ഇതാണ് 5454 എന്നല്ലായിരുന്നു നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ട് പേര്? അതെ, 5454. അത് സക്സസ്ഫുള്ളി എന്തായി? കണക്റ്റഡ് ആയി. ആ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ബ്രാക്കറ്റിൽ കാണിക്കും എന്ത് മെത്തേഡിലൂടെയാണ് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് കാണിക്കും. ഓക്കെ, എന്ത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്? ആക്സസ് കീ മെത്തേഡിലൂടെയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ ആ സ്റ്റോറേജ് അക്കൗണ്ടിലുള്ള നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറേജ് അക്കൗണ്ട് ഏത് ടൈപ്പ് ആയിരുന്നു? ഐ മീൻ കൈൻഡ് ഏതായിരുന്നു, അല്ലെങ്കിൽ ഇതായിരുന്നു? സ്റ്റാൻഡേർഡ് ആയിരുന്നു. സ്റ്റാൻഡേർഡിൽ എന്തൊക്കെ സർവീസസ് ഉണ്ട്? ഈ 4 സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ ആ 4 സർവീസ് എന്ത് ചെയ്യാണ്? ലിസ്റ്റ് ചെയ്യാണ്. അതിനകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളുടെ കൺസേൺ അല്ല, പക്ഷെ ബേസിക്കലി കണക്ട് ചെയ്യും, കാണിക്കും, 4 സർവീസും കാണിക്കും. ഇപ്പൊ ഞാൻ ബ്ലോബ് എക്സ്പാൻഡ് ചെയ്തതിൽ എന്ത് കാണാൻ എനിക്ക്? അതിനകത്തുള്ള ബ്ലോബ്സും അതേപോലെ ഇതിനകത്ത് എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് റൈറ്റ് സൈഡിൽ ഇപ്പൊ ഡാറ്റാസിൽ സെലക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഫയൽസ് ആണ് റൈറ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യുന്നത്. സിമിലർലി ഫയൽ ഷെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐ മീൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്, നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഒരു ഷെയർ ഉണ്ടായിരുന്നു, ആ ഷെയർ എക്സ്പാൻഡ് ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണിക്കും. ക്യൂവിലും ടേബിളിലും സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടൊന്നും കാണിക്കാനുമില്ല. അപ്പം ഇതാണ് ബേസിക്കലി എന്ത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും കാണാം. അപ്പൊ പറഞ്ഞു വരുന്ന പോയിന്റ്, ആക്സസ് കീ വളരെ ഒരു സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ആണ് ടു കണക്ട് ടു വാട്ട്? ടു കണക്ട് ടു സ്റ്റോറേജ് അക്കൗണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഊഹിക്കുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പർട്ടിക്കുലർ ടീം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെമ്പർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡെവലപ്പർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ ഗൈ, അയാൾക്ക് സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് മാത്രമാണ് നിങ്ങളുടെ അഷ്യൂറിൽ വർക്ക് ചെയ്യേണ്ടതെങ്കിൽ, അങ്ങനെയുള്ള എത്രയോ സിനാരിയോ ഉണ്ട് കേട്ടോ. അതായത് ചില എഞ്ചിനീയേഴ്സ് ഒക്കെ, ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ എഞ്ചിൻ, ഐ മീൻ അങ്ങനത്തെ കുറെ പൊസിഷനിലുള്ളവരൊക്കെ, ചില ആൾക്കാരൊക്കെ സ്റ്റോറേജ് അക്കൗണ്ട് മാത്രം വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മൾ അഷ്യൂർ പോർട്ടലിലേക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ ടൂൾ വഴി തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കുറെ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടെയ്നർ ഈ പോർട്ടലിൽ വന്നിട്ട് പോർട്ടൽ ആക്സസ് വഴി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ബ്ലോബ് കണ്ടെയ്നർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പുതിയൊരു ഇതൊരു ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ന്യൂ കണ്ടെയ്നർ ഒരു പേര് കൊടുത്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ബേസിക്കലി ക്രിയേറ്റ് ആയി. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഇവിടെ വന്ന് നോക്കി, ബാക്കെൻഡിൽ നോക്കി നോക്കി, ഇവിടെ സംഭവം എന്തായിട്ടുണ്ടാവും? റിഫ്ലക്ട് ആയിട്ടുണ്ടാവും, സംഭവമായിട്ടുണ്ട്. അപ്പം അതിന്റെ ടൈപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് പല ഓപ്ഷൻ, അതായത് ഈ ടൂൾ എപ്പോഴും അവർ എൻഹാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഓപ്ഷൻസും ഇവിടെ തന്നെ ശരിക്കും വരുന്നുണ്ട്. അതേപോലെ ഇത് വളരെ ഈസിയാണ് കേട്ടോ. ഇത് ശരിക്കും ചില സമയത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ പോർട്ടലിനേക്കാൾ ഈസിയാണ് ശരിക്കും ഈ ടൂള്. അതായത് ഇപ്പൊ എനിക്ക് റീസെന്റ് ഒരു റിക്വയർമെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറേജ് അക്കൗണ്ട് നിന്ന്. അതായത് ഇമാജിൻ ചെയ്യാം, അപ്പോൾ എനിക്ക് 2 സ്റ്റോറേജ് അക്കൗണ്ട്, ഇവിടെ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ വേറെ സ്റ്റോറേജ് അക്കൗണ്ട് ഉണ്ട്. ഈ സ്റ്റോറേജ് അക്കൗണ്ടിലുള്ള കുറച്ച് ഹ്യൂജ് സൈസ് ഓഫ് ഡാറ്റ അടുത്ത സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് കോപ്പി ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് പോർട്ടലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ പോർട്ടൽ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടുന്ന് ആദ്യം എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യണം നിങ്ങളുടെ മെഷീനിലേക്ക്, എന്നിട്ട് പിന്നീട് അടുത്ത സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പരിപാടിയൊക്കെ ചെയ്യണം. പക്ഷെ ഇവിടുന്ന് അത് പ്രശ്നമില്ല. ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ബ്രൗസർ ടൈപ്പ് ഓഫ് അതാണത്. ഓരോരോ
സംഭവങ്ങൾ തുറക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്, ടാബ് പോലെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റോറേജ് അക്കൗണ്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്താണ്, സിമ്പിൾ ആണ്. ഇത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് അടുത്ത സ്റ്റോറേജ് അക്കൗണ്ട് കീയോ അല്ലെങ്കിൽ എങ്ങനെയാണോ എന്ത് മെത്തേഡിലൂടെയാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതേപോലെ അടുത്ത സ്റ്റോറേജ് അക്കൗണ്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്താൽ അടുത്ത സ്റ്റോറേജ് അക്കൗണ്ട് ഇവിടെ എന്താവും, ലിസ്റ്റ് ചെയ്യും, താഴെ ലിസ്റ്റ് ചെയ്യും അടുത്ത സ്റ്റോറേജ് അക്കൗണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ഫയൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അല്ലെങ്കിൽ ഇവിടെ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട്, കോപ്പി ചെയ്യുക. എന്നിട്ട് അടുത്ത അവിടേക്ക് പോയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ സ്റ്റോറേജ് അക്കൗണ്ട് അല്ല, തൽക്കാലം ഞാൻ കണ്ടെയ്നർ ടു കണ്ടെയ്നർ ജസ്റ്റ് കോപ്പി എന്ന് കാണിച്ചു. ഇപ്പൊ ഈ ഡാറ്റാസ് പറഞ്ഞ കണ്ടെയ്നറിൽ ഞാൻ വന്നു, ഇത് കോപ്പി കൊടുത്തു. ഇനി ന്യൂ കണ്ടെയ്നറിൽ വന്നു. ഇപ്പൊ കറന്റ് ന്യൂ കണ്ടെയ്നർ എന്താണ്, എംപ്റ്റി ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, പെർമിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി ഇതിനകത്തേക്ക് എൻ്റെ ഒരു മറ്റേ ഡാറ്റ ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. ഇതിനകത്ത് എന്ത് എത്തി, ഒരു ഫയൽ എത്തി. ഇവിടെ നോക്കിയാൽ അത് ബേസിക്കലി റിഫ്ലക്ട് ആയിട്ടുണ്ട്. അപ്പൊ ന്യൂ കണ്ടെയ്നറിൽ വന്ന് നോക്കിയാൽ ആ ഫയൽ ഇവിടേക്ക് ഞാൻ കോപ്പി ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് എന്ത്, അഷ്യൂർ സ്റ്റോറേജ് എക്സ്പ്ലോറർ. അപ്പൊ നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണ്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസ് കീ ആണ്. അപ്പം ആക്സസ് കീ വെച്ചിട്ട് ബേസിക്കലി ആക്സസ് കീ പറഞ്ഞാൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ് ആക്സസ് കീ. അപ്പൊ ആക്സസ് കീ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ആക്സസ് കീന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു വേറെ സാധനമാണ്. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്സസ് കീയിൽ വന്നു കഴിഞ്ഞാൽ ആക്സസ് കീന്റെ താഴെ എന്ത് കാണുന്നത്, എന്താണ്, കണക്ഷൻ സ്ട്രിങ്. അപ്പൊ ഞാൻ ജസ്റ്റ് കണക്ഷൻ സ്ട്രിങ് കോപ്പി ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇവിടെ താഴെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തൽക്കാലം ഇവിടെ ഞാൻ വെച്ചു. ഇനി ഈ കണക്ഷൻ സ്ട്രിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന് അവരുടെ കോഡിലൊക്കെ എന്തെങ്കിലും, അതായത് ചില API അങ്ങനെയൊക്കെ പറഞ്ഞ പരിപാടികൾ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ .NET അങ്ങനെയുള്ള കുറെ ലാംഗ്വേജിനനുസരിച്ച് അവർക്ക് ഓരോരോ സർവീസിലേക്ക് കണക്ട് ചെയ്യാനുള്ള API അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടും ബേസിക്കലി. ഓക്കെ, ഇപ്പൊ അഡ്വാൻസ്ഡ് ആണല്ലോ, ഡെവലപ്മെന്റ് ഒക്കെ ഇപ്പൊ ഒക്കെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അഷൂറിലൊക്കെ .NET ഒക്കെ പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ 100% അവർ എന്ത് സപ്പോർട്ട് ചെയ്യും, ഈ സ്റ്റോറേജ് അക്കൗണ്ടിലേക്കൊക്കെ കണക്ട് ചെയ്യേണ്ട മെത്തേഡൊക്കെ അവർ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആ API ഉള്ളിൽ പാസ് ചെയ്യേണ്ടി വരും എന്ത്, ഈ ഒരു കണക്ഷൻ സ്ട്രിങ് പാസ് ചെയ്താൽ ഇൻഡയറക്ട്ലി എന്താ സംഭവിക്കുന്നത്, ഈ സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് ശരിക്കും അവർ ഇത് തരുന്നത്. ഈ കണക്ഷൻ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പർക്ക് അവരുടെ കോഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ മെൻഷൻ ചെയ്യാം എന്ത്, സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇൻഡയറക്ട്ലി ആ കോഡിന്ന് തന്നെ, അതായത് കോഡ് ഇൻ ദ സെൻസ് എന്താണ്, ആ അപ്ലിക്കേഷൻ തന്നെ ഈ ഒരു ആക്സസ് കീയിലേക്ക് സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് ഇത് വഴി എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കണക്ഷൻ സ്ട്രിങ്. ഡെവലപ്പേഴ്സിനാണ് ഇത് യൂസ്ഫുൾ ആവുക, നമുക്കല്ല. അവർ ചോദിക്കുകയാണ് നിങ്ങളോട് ഇതിന്റെ കണക്ഷൻ സ്ട്രിങ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ആക്സസ് കീ കണ്ടു, കണക്ഷൻ സ്ട്രിങ് കണ്ടു. ഈ മേലുള്ള സംഭവമാണ് ആക്സസ് കീ, താഴെയുള്ളതാണ് കണക്ഷൻ സ്ട്രിങ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് നോക്കിയേ, ഈ താഴെ മേലെ നോക്കിയേ, രണ്ടും എന്താണ്, അതായത് ഇത് ആക്സസ് കീ ആണ്, താഴെ കാണുന്നത് കണക്ഷൻ സ്ട്രിങ് ആണ്. ബേസിക്കലി രണ്ടും എന്താണ്, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ അതായത് പറഞ്ഞു വരുന്നത് ആക്സസ് കീ ഓൾറെഡി ഏതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആണ്, കണക്ഷൻ സ്ട്രിങ്ങിൽ ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പം സംഭവം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ആ ഒരു കണക്ഷൻ സ്ട്രിങ്ങിനകത്തും അതിന്റെ ഉള്ളിലുള്ള എന്ത് തന്നെയാണ്, ആക്സസ് കീ തന്നെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ആക്സസ് കീ കണക്ഷൻ സ്ട്രിങ് നമുക്ക് കൊടുക്കാം സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കണക്ഷൻ സ്ട്രിങ്ങിനകത്ത് ഇൻഡയറക്ട്ലി എന്ത് തന്നെയാണുള്ളത്, ആക്സസ് കീ തന്നെയാണുള്ളത്. അത്ര മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് കണ്ടു. ഫസ്റ്റ് മെത്തേഡ് ടു കണക്ട് സ്റ്റോറേജ് അക്കൗണ്ട് ഈസ് ആക്സസ് കീ. ഇനി ഈ ആക്സസ് കീ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തു സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക്. ഓക്കെ, നിങ്ങൾ കണ്ടു നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാൻ കണ്ടു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഡാറ്റാസിൽ വന്നു, അല്ലെങ്കിൽ ഈ ന്യൂ കണ്ടെയ്നറിൽ വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരിട്ട് ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ എന്തോ എനിക്ക് തോന്നി എന്ത് ചെയ്യാൻ തോന്നി, ഡിലീറ്റ് ചെയ്യാൻ തോന്നി. ഞാൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി തന്നെ എന്ത് സംഭവിച്ചു, ആ ഡാറ്റ പോയി. ഞാൻ അതേപോലെ തന്നെ ഈ കണ്ടെയ്നർ അടക്കം ഞാൻ എന്ത് ചെയ്യാൻ തോന്നി, എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നി. 1 സെക്കൻഡ്, ഡിലീറ്റ് കണ്ടെയ്നർ. ആ പുതിയ ക്രിയേറ്റ് ചെയ്ത ന്യൂ കണ്ടെയ്നർ എന്ന് പറഞ്ഞ സംഭവം ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ആക്സസ് കീ വെച്ചാണ്. നിങ്ങൾക്ക് ഇതൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായി തോന്നുന്നുണ്ടോ ആക്സസ് കീ? എന്താ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് കണ്ടിട്ട് തോന്നുന്നത്? സംഭവം ഒക്കെയാണ്, ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ ഇത് എന്തല്ല ശരിക്കും ആക്സസ് കീ എന്തല്ല, സെക്യൂർ അല്ല. അത് കൂടാതെ വേറൊരു സെക്യൂർ അല്ല, സ്വാഭാവികമായിട്ട് സെക്യൂർ അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഹൈ ലെവൽ
പോയിന്റ്. അത് തന്നെയാണ് ഹൈ ലെവൽ പോയിന്റ്. പക്ഷേ ആസ് എ ടെക്നിക്കൽ ഗൈ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? അതായത് ഞാൻ ഇൻഡയറക്ട്ലി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ആക്സസ് കീ ഞാൻ നിങ്ങൾക്ക് തന്നു, പക്ഷെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യേണ്ടത് ഈ ഡാറ്റാസ് പറഞ്ഞ കണ്ടെയ്നർ മാത്രമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ റിക്വയർമെന്റ് ഈ ഡാറ്റാസ് പറഞ്ഞ കണ്ടെയ്നർ ആക്സസ് ചെയ്യൽ മാത്രമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആക്സസ് കീ തന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എൻ്റെ സ്റ്റോറേജ് അക്കൗണ്ടാണ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നത്. അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. ഇപ്പൊ ഗ്ലോബിലുള്ള ഒരു പെർട്ടിക്കുലർ ഫോൾഡർ, ഇതിനകത്ത് ഇപ്പോൾ 20, 30, 40 ഫോൾഡർ ഉദ്ദേശിക്കുന്ന കണ്ടെയ്നർ ആണ്. കണ്ടെയ്നർ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഡാറ്റാസ് പറഞ്ഞ ഒരു കണ്ടെയ്നറിന്റെ ആക്സസ് മാത്രമായിരുന്നു. പക്ഷേ ആക്സസ് കീ വെച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാ കണ്ടെയ്നർ അതിനകത്ത് കാണാൻ പറ്റും. ഈവൻ ഫയൽ ഷെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്യൂ കാണാൻ പറ്റും, ടേബിൾ കാണാൻ പറ്റും. അതൊന്നും നിങ്ങളുടെ സ്കോപ്പേ അല്ലായിരുന്നു. നിങ്ങൾക്ക് അത് ആവശ്യമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. നിങ്ങൾ അറിയാതെ വന്നിട്ട് ഇതെന്താ ഇപ്പൊ വെറുതെ അനാവശ്യമായിട്ട്, അറിയാത്ത ഒരാളാണെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്ത് ഹാംഫുൾ ആയിട്ടുള്ള ആക്ഷനും ആക്സസ് കീ കിട്ടി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതായത് ആക്സസ് കീ എന്ന് പറഞ്ഞാൽ ആ ഒരു എൻ്റയർ സ്റ്റോറേജ് അക്കൗണ്ടിന്റെ മെയിൻ കീ ആണ്. ഓക്കെ, നമ്മളിപ്പോ വീടിന്റെ മെയിൻ ഫ്രണ്ടത്തെ ചാവി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു മെയിൻ അതിന്റെ കീ ആണ്. ഇത് ആർക്കെങ്കിലും മോശം, എന്താ പറയാ, ഏതെങ്കിലും സെക്യൂർ അല്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ഒരാളടുത്താണ് ഈ കീ എത്തുന്നതെങ്കിൽ അതൊരു പ്രശ്നമാണ്. ബേസിക്കലി കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീ 1 ഉണ്ട്, കീ 2 ഉണ്ടെന്ന്. അപ്പൊ ഈ കീ 1 വെച്ചിട്ട് അപ്പൊ നമ്മൾ കണക്ട് ചെയ്തത്. സിമിലർലി കീ 2 വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അപ്പൊ അത് എന്തിനാണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എന്താന്നുള്ളത്. പക്ഷെ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഈ സ്റ്റോറേജ് അക്കൗണ്ടിന് നമ്മൾ ആക്സസ് കീ എന്തൊക്കെ പറഞ്ഞാലും ഹാംഫുൾ ആണ് എന്തൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ നമ്മൾ ഡെവലപ്പേഴ്സിനൊക്കെ ചില സിനാരിയോയിലൊക്കെ ആക്സസ് കീ തന്നെയാണ് കൊടുക്കാറുള്ളത്. എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പം അവരുടെ സ്റ്റോറേജ് അക്കൗണ്ടിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ ഉള്ളതെങ്കിൽ നമുക്ക് വെറിഡ് ആവേണ്ട കാര്യമില്ല. അവർ ചിലപ്പം കണ്ടെയ്നർ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാകുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതൊരു പ്രീമിയം സ്റ്റോറേജ് അക്കൗണ്ട് ആകാം. പ്രീമിയം സ്റ്റോറേജ് അക്കൗണ്ടിൽ നമ്മൾ ഇന്നലെ കണ്ടു എന്താണ്, ഒരു ടൈപ്പ് സർവീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ മറ്റേ സർവീസിനെ പറ്റിയിട്ടൊന്നും വറീഡ് ആവേണ്ട കാര്യമില്ല. അപ്പൊ ആക്സസ് കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. അതായത് ആ ഒരു ടീമിൽ അവരുടെ അപ്ലിക്കേഷനകത്ത് അവർ ഇന്റഗ്രേറ്റ് ചെയ്ത് കണക്ഷൻ സ്ട്രിംഗ് ഒക്കെ വഴി യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിനുള്ളിൽ കിടന്നു. അപ്പൊ ചില സിനാരിയോയില് നമുക്ക് തോന്നും, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സിനാരിയോ തന്നെ, അതായത് ഈ കീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീ റോങ് ഹാൻഡിൽ എത്തി നമുക്കൊരു സംശയം. അല്ലെങ്കിൽ ചില കമ്പനികൾ ഇങ്ങനെയും ചെയ്യാറുണ്ട്. എന്ത്, 6 മന്ത് കൂടുമ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറയും? ഈ കീ റൊട്ടേറ്റ് ചെയ്യാൻ പറയും. അതൊരു സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസ് പോലെ. നിങ്ങളിപ്പം സർവീസ് അക്കൗണ്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്വേഡ് റൊട്ടേറ്റ് ചെയ്യാറില്ലേ? അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പാസ്വേഡ് റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. സിമിലർലി സ്റ്റോറേജ് അക്കൗണ്ട് ഈ കീ റൊട്ടേറ്റ് ചെയ്യാൻ ചില പ്രൊജക്റ്റും ചില ഓർഗനൈസേഷനൊക്കെ സെക്യൂരിറ്റി ടീമൊക്കെ പറയും, മാൻഡേറ്ററി ആണെന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിപ്പോ ഞാൻ ഈ കീ ഓൾറെഡി, അല്ലെങ്കിൽ ഈ കണക്ഷൻ സ്ട്രിങ്, ഇത് രണ്ടും ഒന്നാണ് നിങ്ങൾക്ക് മനസ്സിലായി. കണക്ഷൻ സ്ട്രിങ് ചെറിയ മാറ്റം ഉണ്ടെന്നുള്ളൂ. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എന്ത് എന്തെന്ന് കീ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്താൽ ഈ കീയും മാറും, സ്വാഭാവികമായിട്ടും കണക്ഷൻ സ്ട്രിങ്ങും മാറും. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കീ ഓൾറെഡി കുറച്ച് ഡെവലപ്പർ ടീംസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ അപ്ലിക്കേഷൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് ആ കീ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആ കീ വെച്ചിട്ട് അവരുടെ അപ്ലിക്കേഷൻ ഈ കണ്ടെയ്നറിലേക്കും ഇതിലേക്കൊക്കെ കണക്ടിവിറ്റി ഉണ്ട്. ഡാറ്റ ആക്സസ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് വന്നിട്ട് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ആപ്ലിക്കേഷനെ ബാധിക്കും. ഓക്കെ, ആ ആപ്ലിക്കേഷനെ ബാധിക്കും. കാരണം ആ ആപ്ലിക്കേഷനിൽ ഈ സ്റ്റോറേജ് അക്കൗണ്ടിലേക്കുള്ള കണക്ടിവിറ്റി ബ്രേക്ക് ആവും. അപ്പൊ നമ്മൾ ആ ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റൊട്ടേഷൻ കീ ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് എന്ത് കീ കൊടുക്കാം? രണ്ടാമത്തെ കീ കൊടുക്കാം. അപ്പൊ അത് സേഫ് ആയിട്ട് അവർ എന്ത് ചെയ്യും? നൈസായിട്ട് പോയിട്ട് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ആ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്കെൻഡിലോ അല്ലെങ്കിൽ ബിസിനസ് കുറഞ്ഞ ടൈമിലോ അല്ലെങ്കിൽ നോൺ ബിസിനസ് അവറിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോയിട്ട് അടുത്ത കീ റൊട്ടേറ്റ് ചെയ്ത് സേഫ് ആക്കാം. ഒരു സേഫർ സൈഡിലാണ് രണ്ടാമത്തെ കീ യൂസ് ചെയ്യുന്നത്. ബാക്ക് ടു പോയിന്റ്, നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു ആക്സസ് കീ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സർവീസസും അഷൂറിലുള്ള സ്റ്റോറേജ് അക്കൗണ്ടിലുള്ള 4 സർവീസും വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സിനാരിയോയിലാണ് അടുത്തത് എന്താ ഓപ്ഷൻ നമ്മൾ നോക്കുന്നത്. അടുത്ത ഓപ്ഷൻ നമുക്കുള്ളത് എന്താണ്? ഷെയർഡ് ആക്സസ് സിഗ്നേച്ചർ അല്ലെങ്കിൽ സാസ്. ഇത് കുറച്ചും കൂടെ സെക്യൂർഡ് ആണ്. ബേസിക്കലി ഇത് കുറച്ചും കൂടെ സെക്യൂർഡ് ആണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ കണ്ടെയ്നറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ, ഡാറ്റാസ് എന്നൊരു കണ്ടെയ്നർ ഉണ്ട്. അതേപോലെ ഇതിനകത്ത് ഫയൽസും ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാണ് ഈ കണ്ടെയ്നർ അകത്തേക്ക്. ബ്രൗസ് ഫയൽ, ഡെസ്ക്ടോപ്പിനകത്ത് ഡേറ്റ് മോഡിഫൈഡ് അഷ്യൂർ ഇമേജ്. സ്റ്റോറേജ് അക്കൗണ്ടിൽ പല കാര്യങ്ങളും ചെയ്യുന്ന പ്രൊജക്റ്റ് ഒക്കെ ഉണ്ട്. ചില കാര്യം കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കുറേ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിക്വയർമെന്റ് അനുസരിച്ച് വരുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, കുറേ ഒന്നും പഠിക്കേണ്ട. പക്ഷെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പം മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു അഷ്യൂർ ഇമേജ്
ഒരു അഷൂർ ഇമേജ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു ഞാൻ ഇതിനകത്ത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ ഇമേജ് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്ത് ഈ ഇമേജിന് ഒരു പർട്ടിക്കുലർ എന്തുണ്ട്, ഇപ്പൊ URL ജനറേറ്റ് ആയിട്ടുണ്ട്. ഇമേജ് ഇൻ ദ സെൻസ് ഒബ്ജക്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റ് പോലെ തന്നെ ഈ ഫയലിനൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ എനിക്ക് ആക്സസ് ചെയ്യാം. ഇതിപ്പോ ഒരു വേർഡ് ഫയൽ ആയതിനെ കൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ആക്സസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം, അത് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുക. ആ ഫയൽ എനിക്ക് നേരെ ഡൗൺലോഡ് ചെയ്ത്, അതായത് അതിന്റെ അർത്ഥം ആക്സസ് ഉണ്ട്. ഈ URL ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഫയൽ കിട്ടും. ഇത് ഓപ്പൺ ചെയ്യുന്ന ബ്രൗസർ ആ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ്. പക്ഷേ ഇമേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ ഇമേജിന്റെ URL ആണ് എടുക്കുന്നതെങ്കിൽ ഇമേജ് നേരിട്ട് എന്ത് കാണിക്കും, ഈ പേജിൽ കാണിക്കും, ഇമേജ് കാണിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ URL തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ ഇത് ആക്സസ് ചെയ്യാം. കാരണം ഇത് ഞാൻ എൻറ്റയർലി എന്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഈ കണ്ടെയ്നർ മൊത്തത്തിൽ എന്തായി വെച്ചിട്ടുണ്ടായിരുന്നു, കറക്റ്റ് പബ്ലിക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പബ്ലിക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ എനിക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് തന്നാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, ഇത് പബ്ലിക്കലി ആക്സസിബിൾ ആണ് ഈ ഒരു എൻറ്റയർ കണ്ടെയ്നർ. ഇപ്പൊ ഞാനിത് ക്ലോസ് ചെയ്തു. പബ്ലിക്കലി ആക്സസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലോബ് അനോണിമസ് എന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ, ബ്ലോബ് അനോണിമസ് ആക്സസ് എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യട്ടെ, തൽക്കാലം ചേഞ്ച് ചെയ്യാണ്, വേറൊരു ഡെമോക്ക് വേണ്ടി എടുത്ത് തൽക്കാലം സെലക്ട് ചെയ്തു. ചേഞ്ച് ആക്സസിലോ ഞാൻ എന്താക്കി, പ്രൈവറ്റ് തന്നെ ആക്കി. ഓക്കെ, പ്രൈവറ്റ് തന്നെ ആക്കി. ഓക്കെ, ഇതിനകത്തുള്ളത് പ്രൈവറ്റ് ആണോ നോക്കട്ടെ. അതിനകത്തുള്ളത് പ്രൈവറ്റ് ആയിരുന്നോ, ഒരു മിനിറ്റ്. അതെ, പ്രൈവറ്റ് ആയി. ഇപ്പൊ റിഫ്രഷ് ചെയ്തപ്പോൾ എന്തായി, എന്ത് സംഭവിച്ചു, ആക്സസ് എനിക്ക് നഷ്ടപ്പെട്ടു, വരുന്നില്ല. ഓക്കെ, ഇത് വരുന്നില്ല. അപ്പം ഇനി നമുക്ക് ഈ ഒരു URL പ്രൈവറ്റ് ആക്കിയതിനെ കൊണ്ട്, ഈ കണ്ടെയ്നർ എൻറ്റയർലി ഞാൻ പ്രൈവറ്റ് ആക്കിയതിനെ കൊണ്ട് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല ബേസിക്കലി. ഈ ഒരു സിനാരിയോയിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ഞാനിപ്പം ശ്രദ്ധിക്കുക, ഒരൊറ്റ ഒബ്ജക്ട് ലെവൽ, ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആ ഫയൽ ലെവൽ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഒരു പർട്ടിക്കുലർ പെർമിഷൻ സെറ്റ് ചെയ്യാൻ പോകണം. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ നമുക്ക് എന്തുണ്ട്, ജനറേറ്റ് സാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജനറേറ്റ് സാസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയാലും, ഇതിൻ്റെ ഉള്ളിൽ പോയാലും 1 സെക്കൻഡ് ഇവിടെ ഉള്ളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ പ്രോപ്പർട്ടിയിലും ഇവിടെ ഉണ്ട് ജനറേറ്റ് സാസ്. ഇതാണ് ഇൻഡയറക്ട്ലി, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാനത് അവിടെ തന്നെ കാണിക്കാം. ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് സാസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പ്ലേസിലേക്ക് തന്നെ എത്തും, ഇവിടെ എത്തി. അപ്പൊ ജനറേറ്റ് സാസിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സാസ് എന്ന് പറഞ്ഞ സംഭവം, സാസ് ടോക്കൺ അങ്ങനെയൊക്കെ പറയാം, സാസ് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു ഫയലിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ പറയാം, ഈ സാസ് നമുക്ക് ക്യാൻ ബി ജനറേറ്റഡ് ആയിട്ട് 3 ലെവൽസ് ബേസിക്കലി. ഒന്ന് ഏതായിരിക്കും, ഒബ്ജക്ട്സ്. അപ്പൊ നിങ്ങൾ പറ, അടുത്ത ഏതായിരിക്കും, കണ്ടെയ്നർ. ഇനി ഒന്നുകൂടി ഏതായിരിക്കും, സ്റ്റോറേജ് അക്കൗണ്ട്. നമ്മളിപ്പം ആർബാഗിലൊക്കെ പഠിച്ചതുപോലെ ഓരോ സ്കോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്കോപ്പിലും ഈ സാസ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ കറന്റ് ഉള്ളത് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ബ്ലോബ് ആണ്. ബ്ലോബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സാസ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം സാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കീ എല്ലായിടത്തും ഇൻഡയറക്ട്ലി വരുന്നുണ്ട്. ഈ കീ നമ്മൾ ഇവിടെ കാണില്ല എന്നുള്ളൂ. ബേസിക്കലി അതൊരു എൻക്രിപ്റ്റഡ് ആയിട്ട് കീ തന്നെയാണ് ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നത്, സാസിനും യൂസ് ചെയ്യുന്നത്. അതായത് ആക്സസ് കീ നമ്മൾ കണ്ടില്ലേ, ആ ആക്സസ് കീ ഇൻഡയറക്ട്ലി എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കീ ജനറേറ്റ് ചെയ്തു. ഇത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. പെർമിഷൻസ് മാൻഡേറ്ററിയിൽ മാത്രം കൊടുക്കുക. പെർമിഷൻസ് ഞാൻ കൊടുത്തത് എന്ത്, നമുക്കിവിടെ ഈ ഒരു ആക്സസ് കീ അല്ലെങ്കിൽ ഷെയർഡ് ആക്സസ് സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പെർമിഷൻ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഗുണം. അതായത് ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ആക്സസ് കൊടുക്കുന്ന ആൾ ജസ്റ്റ് ഇത് റീഡ് ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് മാത്രമാണ് നിങ്ങൾക്ക് എങ്കിലും എന്ത് ചെയ്യാം, ഈ പെർമിഷൻ മാത്രം സെറ്റ് ചെയ്യാം. അത് കൂടാണ്ട് ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ഇതെന്താണ്, നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന സാസ് എത്ര ദിവസം വരെ, എന്ന് മുതൽ എന്ന് വരെ ആ കിട്ടുന്ന ആൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡേറ്റ് ആൻഡ് എക്സ്പയറി. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് അതിന്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് എക്സ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ അയാൾ ഇന്നും നാളെയും മാത്രം യൂസ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുത്തിട്ട് അതിന്റെ ടൈമും സെറ്റ് ചെയ്തിട്ട് ഏത് ലൊക്കേഷൻ എന്നുള്ളതാണ് സെറ്റ് ചെയ്യാം. അത് കൂടാണ്ട് അതൊരു സെക്യൂരിറ്റി ഓൾറെഡി. പിന്നെ വീണ്ടും ഒരു സെക്യൂരിറ്റിയും കൂടി ഇവിടെ തരുന്നുണ്ട്. എന്താണ്, അത് എവിടുന്നൊക്കെ ഉള്ള IP മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു സാസിനകത്ത് അവർ തരുന്നുണ്ട്. ഏതിനകത്ത്, ഷെയർഡ് ആക്സസ് സിഗ്നേച്ചറിനകത്ത് തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ട്, അതായത് നിങ്ങൾ കരിയറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അത് ക്ലയന്റിന്റെ പബ്ലിക് IP വൈറ്റ് ലിസ്റ്റ് ചെയ്തേക്കുന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം അത് വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷനിലാണ്. ഓക്കെ, അത് മാൻഡേറ്ററി അല്ല, ഓപ്ഷനിലാണ്. അതായത് നിങ്ങൾക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എന്താവും, കൂടുതൽ സെക്യൂർ ആവും. അപ്പൊ ഞാൻ അതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ജനറേറ്റ് സാസ് ടോക്കൺ കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ ശരിക്കും കിട്ടുന്നത്, ടോക്കൺ
URL രണ്ടും ഒന്ന്. നമ്മൾ ആക്സസ് കീന്റെയും കണക്ഷൻ സ്ട്രിങ്ങും കണ്ടില്ലേ, അതേപോലെ തന്നെ ഇത് രണ്ടും ബേസിക്കലി ഇതിന്റെ എഫക്റ്റ് ഒന്ന് തന്നെയാണ്. എങ്ങനെയാ യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡെവലപ്പേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കോഡിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വിടാം ഇത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫയൽ അവർക്ക് എന്ത് ചെയ്യാം, കോഡിലൂടെ ആക്സസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഏതൊരു ഒബ്ജക്റ്റിന് എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു, എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു, URL ഉണ്ട്. അതേപോലെ ഇതിന് സാസ് URL ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്തപ്പം അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ആക്സസ് ചെയ്താൽ എന്ത് സംഭവിക്കും, എനിക്ക് ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഏത് വഴിയാണ് ഞാൻ ആക്സസ് ചെയ്തപ്പോൾ ഈ ഫയല്, ഏത് വഴിയാണ്, സാസ് URL വഴിയാണ് ഞാൻ ആക്സസ് ചെയ്തത്. പക്ഷേ ഈ ഒബ്ജക്റ്റിന്റെ റിയൽ URL ഏതാണ്, ഇതാണ്. ഇതാണ് ഇതിന്റെ റിയൽ URL. ഇതിപ്പോഴും എന്തല്ല, ആക്സസിബിൾ അല്ല. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് കണ്ടെയ്നറിനകത്താണ്. ഈ ഒബ്ജക്റ്റ് എന്താണ് ശരിക്കും, ഇതിന്റെ ആക്സസ് മെത്തേഡ് ഇപ്പം എന്താണ്, ആക്സസ് ലെവൽ എന്താണ്, പ്രൈവറ്റ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ ഡീഫോൾട്ട് URL ഞാനിപ്പോൾ ആർക്കെങ്കിലും കൊടുത്താൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. ആ URL ആണ് ഈ URL. ഓക്കെ, പക്ഷെ അടുത്ത URL ഞാൻ ആ ഒബ്ജക്റ്റിന് വേണ്ടി എന്ത് ക്രിയേറ്റ് ചെയ്ത URL ആണ്, ഇത് വേറെയാണ് URL, സാസ് URL ആണ്. ഓക്കെ, സാസ് URL നമ്മൾ പർട്ടിക്കുലർ പെർമിഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ജനറേറ്റ് ചെയ്ത് നമ്മളെ അഷൂറിനകത്ത് നിന്ന് പോർട്ടലിനകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്ത URL ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി എന്ത് കിട്ടി ഇവിടെ, നമുക്ക് സെക്യൂരിറ്റി കിട്ടി. അപ്പൊ സെക്യൂർ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള സിനാരിയോയിൽ നമുക്ക് ഇത് കൊടുക്കാം. നമ്മളിപ്പോ കണ്ടത് ഒബ്ജക്ട് ലെവലിൽ എങ്ങനെ സാസ് ക്രിയേറ്റ് ചെയ്യാന്നാണ് കണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഒരു സ്റ്റെപ്പ് ഫർദർ. ഓക്കെ, അതായത് നമ്മളിപ്പോ ഈ ഒരു അഷൂർ ഇമേജ് ഇരിക്കുന്നത് ഇതിനകത്താണ്, ഈ കണ്ടെയ്നറിനകത്താണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ അഷൂർ JK എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൽ പോയി കഴിഞ്ഞാൽ എന്തില്ല, ഇതിന് ശരിക്കും നമ്മൾ സാസ് ജനറേറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ അടുത്ത് അതിന്റെ സാസ് ഇല്ല ബേസിക്കലി. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എൻറ്റയർ ഈ കണ്ടെയ്നറിന്റെ തന്നെ സാസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്കോപ്പിലേക്ക് വരിക. ഇതാണ് ഏത് സ്കോപ്പ്, കണ്ടെയ്നർ ലെവൽ സ്കോപ്പ്. ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, സെയിം ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്, ജനറേറ്റ് സാസ്. കുറച്ചും കൂടി ചിലപ്പോൾ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിലും സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ഒബ്ജക്ട് ലെവലിൽ എന്ത് ചെയ്തു, കീ 1 കൊടുത്തു, എന്നിട്ട് പെർമിഷൻ. ഈ നമ്മുടെ കണ്ടെയ്നർ ലെവലിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, അതിപ്പോ റീഡ് ആയിക്കോട്ടെ, ഏറ്റവും ലീസ്റ്റ് പ്രിവിലേജ് ആണെങ്കിലും എന്ത് കൊടുക്കണം, ലിസ്റ്റ് കൊടുക്കണം. അതെന്താ നിങ്ങൾക്ക് ഊഹിക്കാം. അതായത് അതിനകത്തുള്ള സാധനം ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആണ് അത്. അതല്ലെങ്കിൽ എറടിക്കാൻ മീൻസ് കാണിക്കില്ല, ഒന്നും കാണിക്കില്ല. ഓക്കെ, അപ്പൊ ലിസ്റ്റ് കൊടുക്കുക. പിന്നെ അതിന്റെ മേലെ നിങ്ങൾ എന്താണ് വേണ്ടത് വെച്ചാൽ കൊടുക്കുക. അതായത് ഇപ്പം ജസ്റ്റ് റീഡ് മാത്രം മതിയെങ്കിൽ ഓക്കെ ഫൈൻ, അതെങ്കിലും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ നമ്മൾ ഇത് ഞാൻ വീണ്ടും എലാബറേറ്റ് പറയുന്നില്ല, സെയിം ഓപ്ഷൻ തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു, ജനറേറ്റ് സാസ് ടോക്കൺ. എന്നിട്ട് ഈ സാസ് URL വർക്ക് ആവുമോ, നിങ്ങൾ പറ, ഇത് വർക്ക് ആവും. ഇന്നലെ ചോദിച്ചൊരു നല്ലൊരു ചോദ്യമായിരുന്നത്, ഈ URL ഇപ്പം വർക്ക് ആവുമോ, ഈ URL ഞാൻ ഉപയോഗിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ വർക്ക് ആവുമോ? സോറി, ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബേസിക്കലി വർക്ക് ആവില്ല. പക്ഷേ നമ്മൾ സാസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മൾ സാസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും വർക്ക് ആവണം അല്ലെ, പക്ഷെ എന്തുകൊണ്ട് വർക്ക് ആവുന്നില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്തിന്റെ സാസാ ജനറേറ്റ് ചെയ്തത്, കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു ഫോൾഡർ ആയിട്ട് കമ്പയർ ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ഫോൾഡർ പോയിട്ട് ബ്രൗസറിൽ ആക്സസ് ചെയ്യുന്ന രീതി FTPയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, FTP മെക്കാനിസത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഫോൾഡറിന്റെ ഉള്ളത്തെ എല്ലാം കൂടി പോയിട്ട് ബ്രൗസറിൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നേരത്തെ ആ ഒരു ഇമേജ് വരുന്നത് എന്തുകൊണ്ട്, അതൊരു ഫയലാണ് അല്ലെ, അതൊരു സിംഗിൾ ഫയലാണ്. പക്ഷെ ഇതിനകത്ത് എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ കുറേ ഫയൽസുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊരു ബ്രൗസർ പോയിട്ട് ഓപ്പൺ ചെയ്താൽ വരുമോ, വരില്ല. ഓക്കെ, വരില്ല. അതിനുള്ളൊരു സെറ്റപ്പ് അവർ ചെയ്തിട്ടില്ല. ഓക്കെ, ലിസ്റ്റ് ചെയ്യില്ല, എല്ലാം കൂടെ നമുക്ക് ബ്രൗസറിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയുള്ള മെത്തേഡ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സ്റ്റോറേജ് അക്കൗണ്ട് സിനാരിയോയിൽ എന്ത് യൂസ് ചെയ്യണം, ടൂൾ യൂസ് ചെയ്യണം. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഈ ടൂൾ നമുക്ക് വീണ്ടും യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് ആ സിനാരിയോയിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ടൂൾ ഓപ്പൺ ചെയ്തു. ഇത് ഞാൻ തൽക്കാലം ഡിറ്റാച്ച് ചെയ്തു. നമ്മൾ നേരത്തെ കണക്ട് ചെയ്താണ്. അത് എന്ത് വെച്ച് കണക്ട് ചെയ്തായിരുന്നു, നമ്മൾ നേരത്തെ ആക്സസ് കീ വെച്ച് കണക്ട് ചെയ്ത്. ഞാൻ തൽക്കാലം റിമൂവ് ചെയ്യണം, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഒഴിവാക്കി ഞാൻ. ഓക്കെ, ഇനി ഞാൻ വേറൊരു മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെയാണ് നമ്മുടെ കണക്ട് ചെയ്യേണ്ട ഓപ്ഷന്റെ മെത്തേഡ് കാണിക്കുന്ന വിൻഡോ ഇതാണ്, ടേബ് ഇതാണ്. ഇത് സെലക്ട് ചെയ്തതിൽ അതിൻ്റെ ഒരു പോപ്പപ്പ് വരും. നിങ്ങൾ പറ, അതിനകത്ത് ഏത് ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യണം, നമ്മുടെ അടുത്തുള്ള URL എന്താണ്, സാസ് ഏത് സ്കോപ്പിലുള്ളതാണ്, കണ്ടെയ്നർ ലെവൽ. അപ്പൊ ഏതായിരിക്കും ഇതിനകത്ത് ഞാൻ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ? ഇത്രയേ ഉള്ളൂ. അത് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് വലിയ ആനച്ചൊക്കെ കേസേ അല്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ പറ, ഇനി ഇതിനകത്ത് ഞാൻ സെലക്ട് ചെയ്യേണ്ടി വരും, സെക്കൻഡ് 1 സെലക്ട് ചെയ്യാം. കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്ത URL നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവും ബേസിക്കലി. ഇത് എടുത്തു, ഇത് ബ്ലോബ് കണ്ടെയ്നറിന്റെ ജനറേറ്റ് ചെയ്ത സാസ് URL ഇവിടെ എടുത്തു. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ ഒരു URL എന്തായിരുന്നു, സോറി ഇതല്ലായിരുന്നു, ഇത് എന്തായിരുന്നു, ഇത് ഏത് സ്കോപ്പുള്ളതായിരുന്നു,
ഏത് സാസ് ആയിരുന്നു, ഇത് സാസ് ആണ്, ഇത് ഏത് ഒബ്ജക്റ്റ് ഒബ്ജക്ട് ലെവൽ. ലെവൽ. ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. എറർ അടിക്കുന്നത് കണ്ടോ? എന്തുകൊണ്ടാണ് എറർ അടിക്കുന്നത്? വർക്കാവത്ത് വെച്ചിട്ട്. കാരണം ഈ ടൂള് വെറുതെ ഡിസൈൻ ചെയ്ത ടൂളല്ല, അവർക്ക് അറിയാം ഇത് എന്തിന്റെ സാസ് ആണെന്ന് അവർക്ക് ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ആവുന്നുണ്ട് ബാക്ക് എൻഡിൽ. മനസ്സിലായോ? ഇത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ആണ്. ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ടൂൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, പുള്ളിക്കാരൻ എക്സ്പെക്ട് ചെയ്യുന്നത് കണ്ടെയ്നർ ലെവൽ സാസ് ആണ്. അപ്പൊ ഞാൻ നേരെ ഇവിടേക്ക് തന്നെ പോയി ഈ സാസ് തന്നെ എടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എറർ ഇല്ല. പുള്ളി എക്സ്പെക്ട് ചെയ്ത അതേ കണ്ടെയ്നർ ലെവൽ സാസ് തന്നെയാണത്. ഓക്കെ, നെക്സ്റ്റ് കണക്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഞാനിപ്പോ എവിടേക്ക് മാത്രം കണക്ട് ചെയ്തു? ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിലേക്ക് മാത്രം കണക്ട് ചെയ്തു. വേറെ ഏതെങ്കിലും കണ്ടെയ്നറോ വേറെ ഏതെങ്കിലും ഫയൽ ഷെയറോ വേറെ ഏതെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, ഇത് മാത്രം ആ ഒരു കണ്ടെയ്നറിൽ ഏത് മെത്തേഡ് വഴിയെ കണക്ട് ചെയ്തിരിക്കുന്നു കാണിക്കുന്നു. സാസ് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തപ്പോൾ ആദ്യം എന്തായിരുന്നു? കീ ആയിരുന്നു ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ വന്നത് സാസ് ആണ്. അപ്പൊ ആ പർട്ടിക്കുലർ ഫോൾഡറിലുള്ള ഡാറ്റ മാത്രം കാണുന്നുണ്ട് എനിക്ക്. ഇനി ഞാൻ ഈ ഫോൾഡറിലത്തെ ഫയൽ എടുത്തിട്ട് ഓക്കെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു. ഡിലീറ്റ് ആവുമോ? ടു സ്റ്റാർട്ട് ഡിലീറ്റ് ഇൻസഫിഷ്യന്റ് പെർമിഷൻ. ബിക്കോസ് നമ്മൾ സാസ് ജനറേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത പെർമിഷൻ ജസ്റ്റ് ലിസ്റ്റും റീഡും മാത്രമായിരുന്നു. പുള്ളിക്ക് കാണാൻ പറ്റും, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ബേസിക്കലി. ഇവൻ ഡൗൺലോഡ് പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം ആ പെർമിഷൻ അനുസരിച്ചിട്ടുള്ളതാണ് അത്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഡാറ്റ കണ്ടെയ്നറിനകത്തുള്ള സാധനങ്ങൾ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പുതിയ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ പുതിയ ഫയൽ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്തൊക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ ബ്ലോക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് അവിടെ സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇമേജ്, ഇപ്പൊ ഏതാ പിക്ചേഴ്സ്, ഇതെടുത്തു. ഓക്കെ, അപ്ലോഡ് കൊടുത്തു. ഫെയിൽഡ് ടു സ്റ്റാർട്ട് ട്രാൻസ്ഫർ. അതിനും എന്തില്ല പുള്ളിക്ക്? പെർമിഷൻ ഇല്ല. ഓക്കെ, അതൊക്കെ നമ്മൾ ആ പെർമിഷനിൽ റൈറ്റ് ആയിട്ട് കുറെ പെർമിഷൻ കണ്ടില്ലേ? ഓക്കെ, അതൊക്കെ അനുസരിച്ചിട്ട് കൊടുത്തതിനനുസരിച്ചുള്ള പെർമിഷനെ ഈ ഒരു URL ഉള്ളൂ. ഏത് URL? സാസ് URL ആ പെർമിഷൻ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് സാസിന്റെ ഒരു സാസ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇങ്ങനെ വളരെ സെക്യൂർ ആയിട്ട് വളരെ ഇതായിട്ട് ടൈറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ആക്സസ് കൊടുക്കേണ്ട സിനാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂട്ടിലൈസ് ചെയ്യാം? സാസ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഈ സാസിന്റെ യൂസ് കേസ് ഒക്കെ വരുന്ന എവിടെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ചില ഓഡിറ്റേഴ്സിനൊക്കെ 1 വീക്ക് മാത്രം 1 വീക്ക് മാത്രം ആക്സസ് മതി നിങ്ങളുടെ സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്ക് എന്നുള്ള സിനാരിയോയിലേക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 1 വീക്ക്. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ചോദിക്കാം എത്ര വീക്കിലേക്കാണ് റിക്വയർമെന്റ് ഉള്ളത്. അങ്ങനെയാണ് സെറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ജസ്റ്റ് ആക്സസ് കൊടുത്ത എന്താ പ്രശ്നം? നിങ്ങൾ അങ്ങോട്ട് കൊടുത്തത് അങ്ങോട്ട് പോകും നിങ്ങൾ. പിന്നെ നിങ്ങൾ അതിന്റെ വയ്യാതെ നടക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തു? ആ ഒരു റെസ്ട്രിക്ഷൻ ടൈമും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? പിന്നെ നിങ്ങൾ മറന്നുപോയാലും കുഴപ്പമില്ല, സാസ് എന്താകും? ആ ടൈം കഴിഞ്ഞാൽ ഇത് ഈ URL എന്താകും? എക്സ്പയർ ആവും. പിന്നെ നിങ്ങൾക്ക്, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ ഒരു ഒബ്ജക്റ്റ് ആക്സസ് ചെയ്ത URL ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരു ദിവസത്തേക്കായിട്ടാണ് സെറ്റ് ചെയ്ത് തോന്നുന്നു. മറ്റന്നാൾ വന്നിട്ട് ഈ URL ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഈ ഫയൽ ഓപ്പൺ ആവില്ല. മനസ്സിലായോ? എറർ അടിക്കും, ഡിനൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. അതായത് സാസിന്റെ ഒരു ഗുണം അതാണ്. അത് നമ്മൾ ഒരു URL ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റും കൂടെ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. ആ URL ഉണ്ട് അത്. ഓക്കെ, ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്. നോക്കി നിങ്ങൾ ഈ URL ഇങ്ങനെ മെല്ലെ വായിച്ചു നോക്കണമെന്നല്ല, ഇവിടെ പല സംഭവങ്ങളുണ്ട് കണ്ടോ. 36 മുതൽ തുടങ്ങി, ഈ ടൈം മുതൽ തുടങ്ങി ഈ 17 ജൂലൈയിൽ അവസാനിക്കുന്നു. ഇതൊക്കെ URL അടങ്ങിയിരിക്കുന്ന സംഭവമാണ്. മനസ്സിലായില്ല? ഇതൊക്കെ കൂടി സെറ്റ് ചെയ്ത് പ്രോപ്പർലി ഓപ്പൺ ചെയ്താലേ ഉള്ളത് വർക്ക് ആവുക. ഓക്കെ, അപ്പൊ എല്ലാ സംഭവങ്ങളും ആ URL എന്തുണ്ട്? അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ കണ്ടെയ്നർ ലെവലിലുള്ള സാസ് ജനറേഷനും കണ്ടു. ഇനി ഏത് സ്കോപ്പും കൂടി ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അത് ഈ ഒരു സ്റ്റോറേജ് അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു കണ്ടെയ്നർ അല്ല, കുറെ കണ്ടെയ്നർ ഉണ്ട്. അത് എല്ലാത്തിന്റെയും കൂടെ സാസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ലെവലിൽ പോകണം? ഇവിടെ കണ്ടോ ഒരു ഓപ്ഷൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, ഷെയർഡ് ആക്സസ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ഇത് എൻറ്റയർ ഏതിന്റെ സ്കോപ്പിലാണ് വരുന്നത്? സ്റ്റോറേജ് അക്കൗണ്ടിന്റെ സ്കോപ്പിലാണ് വരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് സർവീസ്, നിങ്ങൾക്ക് ഇതിപ്പം മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉദ്ദേശം, അവരെന്താ ഉദ്ദേശിക്കുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാസ് താഴെ വന്നാൽ ജനറേറ്റ് തന്നെയാണ് ബേസിക്കലി. പക്ഷെ ഇവിടുന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. ഓരോ ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അപ്പം അവർ നിങ്ങളോട് റിക്വയർമെന്റ് വന്നിരിക്കുന്നത്, എനിക്ക് ബ്ലോബിന്റെ അകത്തുള്ള എല്ലാ കണ്ടെയ്നറും കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് 3 എണ്ണം നൈസായിട്ട് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഇനി അതല്ല, അവർക്ക് ബ്ലോബും വേണം ഫയലും വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ സെലക്ട് ചെയ്യാം. ഇനി അതിനകത്ത് എല്ലാ കണ്ടെയ്നർ ലെവൽ സംഭവങ്ങളും എനിക്ക് വേണം, ഒബ്ജക്റ്റും വേണം, അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം സെലക്ട് ചെയ്യാം. ഫയൽ ഒഴിവാക്കി, കാരണം നമ്മൾ ഫയൽ സർവീസ് ഇത് നോക്കിയിട്ടില്ല. ഓക്കെ, അതിനകത്തുള്ള പെർമിഷനാണ് ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസ്റ്റ് എപ്പോഴും മാൻഡേറ്ററി ആണ്. കാരണം ഞാനത് ഫേസ് ചെയ്ത ഇഷ്യൂ ആണ്, ഞാൻ റിയൽ ടൈമിൽ ഫേസ് ചെയ്താണ്. ലിസ്റ്റ് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം വർക്ക് ആവുന്നില്ല. മനസ്സിലായല്ലോ?
ഒക്കെ ഒരു ഡിനൈഡ് പോലെ വരുന്നത്, ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് എല്ലാത്തിലും നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ ഉള്ളതൊക്കെ അഡീഷണൽ എക്സ്ട്രാ പെർമിഷൻസ് ആണ്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോരോ അർത്ഥങ്ങളും കാര്യങ്ങളുണ്ട്. ഈ പെർമിഷന് റൈറ്റ്, ഡിലീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പല പെർമിഷനാണ്. ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഓരോ പെർമിഷനാണ് ബേസിക്കലി. ഓക്കെ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് കൊടുക്കാം. പിന്നെ IP എക്സെപ്ഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. കീ 1 ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സാസ് URL ജനറേറ്റ് ആയി. ഇവിടെ ഇതും കൂടെ ജനറേറ്റ് ആവുന്നു കേട്ടോ, കണക്ഷൻ സ്ട്രിങ്. എൻഡ് ഓഫ് ദി ഡേ ഇത് മൂന്നും എന്താ പറയുക, പർപ്പസ് ഒന്ന് തന്നെ. ഇപ്പം ഞാനിത് കോപ്പി ചെയ്തു. ഇനി നേരെ ആ ടൂളിലേക്ക് വന്നു. ടൂളിലേക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ കണക്ട് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്യാൻ വന്നു. ഇവിടെ എന്തായിരിക്കും കൊടുക്കേണ്ടത്, അക്കൗണ്ട് ആണ്, സ്റ്റോറേജ് അക്കൗണ്ട്. കാരണം ആ സ്കോപ്പ് എൻറ്റയർലി സ്റ്റോറേജ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ സെയിം എന്താണ്, സാസ്. ഈ കണക്ഷൻ സ്ട്രിങ് നേരത്തെ നമ്മളിവിടെ കണ്ട സാധനം തന്നെ കേട്ടോ. ഇത് ഈ സാധനമാണ് യൂസ് ചെയ്യുമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാന്നുള്ള ഓപ്ഷനാണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, അക്കൗണ്ട് URL സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് ഈ ഒരു സാധനം കൊടുത്തു, വർക്കായി. നെക്സ്റ്റ് കണക്ഷൻ സക്സസ്ഫുള്ളി കണക്ട്. അപ്പം ഇവിടെ ഞാൻ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കാണാൻ പറ്റും, ഈ സ്റ്റോറേജ് അക്കൗണ്ടിലുള്ള എൻറ്റയർ കണ്ടെയ്നേഴ്സ് കാണാൻ പറ്റും. ഇപ്പോൾ വേറൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതും കൂടെ എനിക്ക് കാണാൻ പറ്റും. പക്ഷേ സ്റ്റിൽ വിത്ത് ലിമിറ്റഡ് പെർമിഷൻസ്. എന്തൊക്കെയാണോ ഞാൻ ആ പെർമിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ലിമിറ്റഡ് ആയിരിക്കും. കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആക്സസ് കൊടുക്കാം, വിത്ത് ലിമിറ്റഡ് പീരീഡ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഷെയർഡ് ആക്സസ് സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്റേണൽ കമ്പനിയുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ എംപ്ലോയീസ് ഒക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ആക്സസ് കീ ആണ് ഈസി. പിന്നെ ബെറ്റർ RBAC തന്നെയാണ്. നമ്മൾ പോർട്ടൽ ആക്സസ് വഴിയുള്ള ആക്സസും അതേപോലെ പർട്ടിക്കുലർ പെർമിഷൻ RBAC കൂടെ കാണിച്ചു തരാം. അതായത് RBAC നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് എനിക്ക് ഒരു പർട്ടിക്കുലർ പേഴ്സണ് ഓക്കെ RBAC വഴിയാണ് ആക്സസ് കൊടുക്കേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ വരണം, ആക്സസ് കൺട്രോൾ IAMൽ വരണം. ഇത് എൻ്റെ സ്റ്റോറേജ് അക്കൗണ്ട് ആണ്. ആഡ് റോൾ അസൈൻമെന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പല ടൈപ്പ് ഓഫ് പെർമിഷൻസ് അവൈലബിൾ ആണെന്ന് അറിയാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ എന്തിന്റെ ടൈപ്പ് ഓഫ് പെർമിഷൻ ആണ് നമുക്ക് പർട്ടിക്കുലർ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കൊടുക്കാം വേണമെങ്കിൽ കോൺട്രിബ്യൂട്ടർ ഓണർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. പക്ഷെ അതൊക്കെ എന്തായി പോകും, അതൊക്കെ കുറച്ച് ഓവറായി പോകും, കുറച്ച് ഫുൾ കൺട്രോൾ കൊടുക്കുന്ന പോലെ ആയി പോകും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, സ്റ്റോറേജ് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെർമിഷൻ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് സെർച്ച് ചെയ്താൽ മതി, ആ ഒരു കാറ്റഗറി, നമ്മുടെ കാറ്റഗറി ഏതാണ്, ഇപ്പം സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ടുള്ള പെർമിഷൻ അപ്പോൾ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്രയ്ക്കും സാധനങ്ങൾ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് വേണ്ടി മാത്രം. ഇപ്പം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എന്തായിരിക്കും സ്റ്റോറേജ് ബ്ലോബ് ഡാറ്റ കോൺട്രിബ്യൂട്ടർ. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താ അതിപ്പോൾ സംഭവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓരോ സർവീസസിനും കണ്ടോ പെർമിഷൻ വന്നിരിക്കുന്നത് ബ്ലോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് പെർമിഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫയൽ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പെർമിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുണ്ട്, ടേബിൾ ഉണ്ട്. ഈ 4 തന്നെ നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ടിലുള്ള മെയിൻ സാധനങ്ങൾ അല്ലേ. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം. ഇത് സ്കോപ്പ് ഏതാണ്, സ്റ്റോറേജ് അക്കൗണ്ട്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഈ ഡാറ്റാസ് മാത്രമുള്ള കണ്ടെയ്നറിലേക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ എന്താണ്, ഈസിയാണ് ഇപ്പം കാര്യങ്ങൾ. ഇവിടെ വന്നാൽ ഇവിടെ ഉണ്ട് എന്ത്, ആക്സസ് കൺട്രോൾ IAM. ഇതൊരു ഗുണം അതാണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സ്കോപ്പ് എവിടെ മാത്രം വരുള്ളൂ, ആ കണ്ടെയ്നറിൽ മാത്രമാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ആഡ് ചെയ്തിട്ട് നൈസായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മളിപ്പോൾ ഹൈ ലെവലിൽ കണ്ടത് സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന പെർമിഷനും എന്തൊക്കെ മെത്തേഡിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ആക്സസ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് എങ്ങനെയൊക്കെ സ്റ്റോറേജ് അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഫസ്റ്റ് ആൾ ആക്സസ് കീ തന്നെയാണ് പറയേണ്ടത്. പിന്നെ ഷെയർഡ് ആക്സസ് സിഗ്നേച്ചർ, പിന്നെ നോർമൽ RBAC വഴി നമുക്ക് ആക്സസ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, ഈ 3 പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ആക്സസ് കീ ആണോ ബെറ്റർ, സാസ് ആണോ ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ പറയാം ഡിപ്പെൻസ് ഓഫ് ദ റിക്വയർമെന്റ് ആണെന്ന് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം. ഓക്കെ, അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് പറയുന്നത് ആക്സസ് കീ ആകുമ്പോൾ എൻ്റെ സ്റ്റോറേജ് അക്കൗണ്ടിന്റെ ആക്സസ് ആയി പോകും. അത് കമ്പാരിറ്റീവ്ലി ഒരു സെക്യൂർഡ് മെക്കാനിസം അല്ല, പക്ഷെ സ്റ്റിൽ ഫോർ ഈസി ആൻഡ് എന്താ പറയാ, നമ്മൾ ഇന്റേണൽ യൂസിനൊക്കെ അത് യൂസ് ചെയ്യാവുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും തേർഡ് പാർട്ടി അല്ലെങ്കിൽ ക്ലയന്റിനൊക്കെ ആക്സസ് അല്ലെങ്കിൽ വെളിയിലുള്ളവർക്കൊക്കെ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാസ് ആണെന്നും കൂടെ ഒരു പോയിന്റ് ആയിട്ട് പറയാം.